ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നിവിൻ പോളിയുടെ അടുത്ത തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. വരുന്ന മെയ് 1 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഡിജോ ജോസ് ആന്റണി സിനിമയുടെ പ്രൊമോഷനുകൾ ഇപ്പോഴത് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു ടൈറ്റിൽ വീഡിയോ എല്ലാം തന്നെ ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. ഗാനത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നിവിൻ നിർമ്മിച്ച് വരാനിരിക്കുന്ന അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ എബ്രഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബിജു 2. സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണം കൊൽക്കത്തയിലാണ് ആരംഭിക്കപ്പെട്ടത്. കേരളത്തിന് പുറത്ത് നോർത്ത് ഇന്ത്യയിൽ അടക്കമാണ് സിനിമയ്ക്ക് ഒരുപാട് ലൊക്കേഷൻ എല്ലാം തന്നെ ഉള്ളത്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ജനഗണമന എന്ന സിനിമയുടെ രണ്ടാം ഭാഗം വരുമെന്നൊരിക്കൽ കൂടി ഡിജോ ജോസ് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ സിനിമയ്ക്ക് സമയമെടുക്കുമെന്നാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുറത്തു വന്ന അഭിമുഖത്തിൽ ഡിജോ ജോസ് ആന്റണി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2022 തിയേറ്ററുകളിലേക്ക് എത്തിയ ജനഗണമന കേരളത്തിന് പുറത്തടക്കം വൻ തരംഗമായ മലയാളം സിനിമ കൂടിയായിരുന്നു. കഴിഞ്ഞ വർഷം പ്രഭാസ് പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ സലാർ. സിനിമയുടെ മലയാളം സംപ്രേഷണ അവകാശം ഏഷ്യാനെറ്റാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ മെയ് മാസം സിനിമ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് എത്തും. പ്രഭാസിന്റെ ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന വമ്പൻ സിനിമയാണല്ലോ കൽക്കി 2898 AD. സിനിമയുടെ അടുത്ത അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അമിതാഭ് ബച്ചന്റെ ക്യാരക്ടറാണ് ഇന്ന് റിവീൽ ചെയ്തിരിക്കുന്നത്. IPLന്റെ ഇടവേളയിലാണ് അമിതാഭ് ബച്ചൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ അശ്വതാമയുടെ ക്യാരക്ടർ വീഡിയോ പുറത്തു വന്നത്. എന്തായാലും വീഡിയോയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സിനിമ മെയ് മാസം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. നാളെ ഏപ്രിൽ 22 തമിഴിൽ നിന്നും ഒരു വമ്പൻ സിനിമയുടെ അപ്ഡേറ്റ് പുറത്തുവരികയാണല്ലോ. ലോകേഷ് കനകരാജന്റെ സംവിധാനത്തിൽ രജനികാന്ത് നായകനായി എത്തുന്ന T171 എന്ന സിനിമയുടെ ടൈറ്റിലും ഒപ്പം തന്നെ ടൈറ്റിൽ ടീസർ വീഡിയോ എല്ലാം തന്നെ നാളെ പുറത്തുവരികയാണ്. ലോകേഷിന്റെ മുൻ സിനിമകളായ ലിയോ ഒപ്പം തന്നെ വിക്രം എന്നീ സിനിമകളുടെ ടൈറ്റിൽ ടീസർ മാതൃകയിൽ തന്നെ ആയിരിക്കും ഈ സിനിമയുടെ ടീസറും പുറത്തുവരിക. കാർത്തിക് സുബരാജിന്റെ സംവിധാനത്തിൽ സൂര്യ നായകനെത്തുന്ന സൂര്യയുടെ കരിയറിലെ തന്നെ അടുത്ത വമ്പൻ സിനിമകളിൽ ഒന്നാണല്ലോ ഇനിയും പേരിട്ടിട്ടില്ലാത്ത സൂര്യ 44. സിനിമയുടെ ചിത്രീകരണം ഈ ജൂൺ മാസം തന്നെ ആരംഭിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സുധാ കോങ്കര സിനിമയ്ക്ക് പകരമാണ് സിനിമയുടെ ചിത്രീകരണം വേഗത്തിൽ ആരംഭിക്കുന്നത്. സിനിമയുടെ കാസ്റ്റ് ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഭീഷ്മപർവത്തിന് ശേഷം അമൽ നീരദ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ നായകനെത്തുന്ന ഫഹദ് കൂടി മറ്റൊരു പ്രധാനപ്പെട്ട റോളിലെത്തുന്ന ഇനിയും ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കപ്പെടാത്ത ഒരു മലയാളം സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടല്ലോ. നേരത്തെ ഓണം റിലീസ് പ്ലാൻ ചെയ്ത ഈ അമൽ നീരദ് സിനിമ ഇപ്പോഴത്തെ പൂജ റിലീസായിട്ട് ഒക്ടോബർ 10 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നൊരു അപ്ഡേറ്റ് ആണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. ഇതോടെ ഇനിയും പേരിട്ടിട്ടില്ലാത്ത ലാലേട്ടന്റെ 360ാമത്തെ സിനിമയോടൊപ്പം ക്ലാഷ് റിലീസ് ആയിരിക്കും അമൽ നീരദിന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമ എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. L360 ഈ വർഷം പൂജ റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നാളെ ഏപ്രിൽ 22 തൊടുപുഴയിൽ ആരംഭിക്കുന്നത്. ആകെ 90 ദിവസത്തെ ഷൂട്ടിംഗ് ഉള്ള സിനിമയിൽ 80 ദിവസത്തെ ചിത്രീകരണവും തൊടുപുഴയിലും പരിസരങ്ങളിലായിരിക്കും നടക്കുക. ലാലേട്ടന്റെ നായികയായിട്ട് ശോഭന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന സിനിമ കൂടിയാണ് L360. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾ കേട്ട്.